ആൾക്കാരുടെ ഫേസ് വരയ്ക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോൾ പൗഡറുമാണ്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടൺ ആണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പീസ് ഇങ്ങനെ എടുക്കുക, ചെറിയൊരു പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിലോട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഈ ഒരു ഷേപ്പിലോട്ട് അതിന് മാറ്റുക. ഞാൻ ആദ്യം ഗ്രാഫൈറ്റ് പൗഡറിലാണ് ഇത് ഡിപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഗ്രാഫൈറ്റ് പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പേപ്പറിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇതേ പേപ്പറിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടെസ്റ്റ് ചെയ്ത സമയത്ത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മെയിൻ പേപ്പറിലോട്ട് ധൈര്യമായിട്ട് ചെയ്യാം. ഈ കോർണറിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സർക്കുലർ മോഷനിൽ ചെയ്യുക. ചിലരിത് പേപ്പറിലോട്ട് ഡയറക്റ്റ്ലി ഇട്ടിട്ട് അവിടെ നിന്നും ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഡിപ്പ് ചെയ്താണ് എടുക്കുന്നത്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇങ്ങനത്തെ എഡ്ജസ് വരുമ്പോൾ എന്താ ചെയ്യാമെന്ന്. ഇങ്ങനത്തെ എഡ്ജസ് വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഒരു പേപ്പർ ഇങ്ങനെ വയ്ക്കും, കണ്ടോ, എന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ബോർഡർ നമുക്ക് കിട്ടും. ഇവിടെ മുടിയുണ്ട്, മുടിയുടെ മുകളിലോട്ട് വരാതിരിക്കാനായിട്ടും ഇതുപോലെ ഒരു പേപ്പർ നൈസായിട്ട് വയ്ക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് 1-2 മിനിറ്റ് കൊണ്ട് വളരെ നീറ്റായിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനിയും ഡാർക്ക്നെസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു ലെയർ അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടി ഡാർക്ക്നെസ് എനിക്ക് വേണമെന്ന് തോന്നുന്നുണ്ട്. സോ വീണ്ടും അടുത്തൊരു ലെയർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇനിയും ഡാർക്ക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചാർക്കോൾ പൗഡർ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ചെറിയൊരു മിക്സിങ് കാണിച്ചു തരാം. കുറച്ച് ചാർക്കോൾ പൗഡറും ഇത്തിരി ഗ്രാഫൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പോർഷൻ എടുക്കുക. ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ടുള്ളൊരു പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ പേപ്പറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കണ്ടോ, ഡാർക്ക്നെസ് വ്യത്യാസം കണ്ടോ. ഇത് ഈ ഒരു എഡ്ജിൽ നിന്ന് നമുക്കങ്ങ് ചെയ്ത് നോക്കാം. എപ്പോഴും സർക്കുലർ മോഷൻ മറക്കരുത്. നോക്കി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ബ്ലർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റെഫറൻസ് ഇമേജ് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്കാണ് ഷെയ്ഡെല്ലാം. അപ്പോൾ ഞാൻ ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട് ടോട്ടലി. വീണ്ടും പൗഡർ എടുക്കുന്നു. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റഫായിട്ടുള്ള പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പേപ്പറിൻ്റെ ടെക്സ്ചർ കാണാൻ പറ്റും. ഇതൊരു മീഡിയം സർഫസ് പേപ്പറാണ്. എന്താണ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നത്. കണ്ടോ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബൊക്കെ പോലത്തെ എഫക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ ഗ്യാപ്പ് ഇട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ബ്ലർ ആയിട്ടുള്ള ബൊക്കെ പോലത്തെ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.